അഹ്ലുസുന്നയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച മഹാനായ വ്യക്തിത്വമാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ശിഷ്യനുമാണ്. ബഹുമാനപ്പെട്ട വാഴക്കാട് ഉസ്താദിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മക്കാമുള്ളത്. ബഹുമാനപ്പെട്ട വാഴക്കാട് ഉസ്താദിൻ്റെ മക്കാമും ആ പള്ളിയെപ്പറ്റിയുമൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും റഷീദുദ്ദീൻ മുസ്ലിയാരുടെയും വഫാത്തിന് ശേഷം മലബാറിൽ ബിദ്അകളുടെ ശല്യം വളരെ രൂക്ഷമായി. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനും മുഹീദ്ദീൻ മാലക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതർക്കുമൊക്കെ എതിരെ അവർ സ്റ്റേജുകൾ കെട്ടി പ്രസംഗിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പറവണ്ണ മുഹീദ്ദീൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട പതി ഉസ്താദിനെ കത്തയക്കുന്നത്. അങ്ങനെ 1949 മാർച്ച് 30 ബഹുമാനപ്പെട്ട പതി ഉസ്താദ് മലബാറിലെത്തി. തുടർച്ചയായി 10 വർഷം ഒരു കൊടുങ്കാറ്റ് കണക്കെ വഹാബി സ്റ്റേജുകൾക്ക് പിറകെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓടി നടന്നു. സുന്നി പക്ഷത്തിന് വൻ വിജയം നേടിക്കൊടുത്തു. അതിനാൽ അബുൽ ഫത്തഹ് എന്ന ആദരനാമവും കൂടി ബഹുമാനപ്പെട്ട ഉസ്താദിന് കിട്ടി. മുഹീദ്ദീൻ മാലയെ പരിഹസിച്ചും ആക്ഷേപിച്ചും വഹാബികൾ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ആയത്തിൻ്റെയും ഹദീസിൻ്റെയും ഇജ്മാഇൻ്റെയും കിയാസിൻ്റെയും പിൻബലത്തോടെ മുഹീദ്ദീൻ മാല പാടി വ്യാഖ്യാനിച്ചപ്പോൾ അലവി മൗലവി പറഞ്ഞു, മുഹീദ്ദീൻ മാല ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്ന്. അങ്ങനെ വഹാബികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ നടത്തിയ എല്ലാ പ്രചരണങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് ആശയം കൊണ്ട് തന്നെ നേരിടുകയുണ്ടായി. അങ്ങനെ വഹാബികളുടെ പേടി സ്വപ്നമായിരുന്നു ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പതി ഉസ്താദിൻ്റെ തേരോട്ടം വഹാബികളുടെ നട്ടലൊടിക്കാൻ മാത്രം ശക്തമായിരുന്നു. തൻ്റെ ജീവിതം മുഴുവനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി മാറ്റിവെച്ച മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അള്ളാഹു ബഹുമാനപ്പെട്ട പതി ഉസ്താദിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തട്ടെ. ബഹുമാനപ്പെട്ട പതി ഉസ്താദിൻ്റെയും വാഴക്കാട് ഉസ്താദിൻ്റെയും മക്കാമ് സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ വടക്കൻ മുസ്ലിം ജമാഅത്തിൽ തന്നെ വേറെയും 2 മഹാന്മാരുടെ മക്കാമുകൾ കൂടിയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.